വിത്ത് ലവേഴ്സ്. അപ്പൊ മക്കളെ, നമ്മളെല്ലാവരും എക്സാമിന്റെ ചൂടിലോടെ ഇങ്ങനെ അടിപൊളിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം, ബേസിക് സയൻസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ പല മക്കൾക്കും ടഫ് ആയിട്ടൊരു സബ്ജക്റ്റ് ആണ് അതിലെ കെമിസ്ട്രി എന്ന് പറയുന്നത് അല്ലെ. പക്ഷേ ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റുമാണ് കെമിസ്ട്രി. അപ്പൊ കെമിസ്ട്രിയിൽ നമുക്ക് ആകെ 7 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനുള്ളത്. ഈ 7 ചാപ്റ്റേഴ്സിൽ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം അല്ലെ, ഏതൊക്കെ ടോപ്പിക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്, ഏതിനാണ് ഇമ്പോർട്ടൻസ് കൂടുതൽ, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഒന്നും കൂടെ എളുപ്പത്തിൽ പഠിച്ച് 20ൽ 20 മാർക്ക് മേടിക്കാനായിട്ട് പറ്റും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കളെ, നമ്മുടെ കെമിസ്ട്രിയിലെ ഓരോ ചാപ്റ്റേഴ്സിലും ഏതൊക്കെയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്നാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ദിവസങ്ങളും ബേസിക് സയൻസിന്റെ ലൈവ് ഒക്കെ കൂടും അല്ലെ. ബേസിക് സയൻസ് അടിസ്ഥാന ശാസ്ത്രത്തിന്റെ ലൈവുകളൊക്കെ കണ്ട് കണ്ടന്റ് വീഡിയോസ് ഒക്കെ കണ്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. അപ്പൊ അതിനൊരു തുടക്കം എന്ന നിലയിൽ കെമിസ്ട്രി എങ്ങനെ പഠിക്കണം എന്നൊരു ഐഡിയ ആണ് മിസ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? ആദ്യം തന്നെ നമുക്കറിയാം, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, പദാർത്ഥ സ്വഭാവമാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അപ്പൊ ആദ്യം എന്റെ കുട്ടികളെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം, ഈ അവസ്ഥകളിന്റെ എന്തൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. സോളിഡ്സ് ആണെങ്കിൽ മൂവ്മെന്റ് എങ്ങനെയാണ്, അതിലെ ഡിസ്റ്റൻസ് എങ്ങനെയാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ പഠിക്കാനുണ്ട് അല്ലെ. ചലന സ്വാതന്ത്ര്യത്തെയും ആകർഷണ ബലത്തെയും ഒക്കെ പറ്റി. ഈ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഖരം, ദ്രാവകം, വാതകം 3 അവസ്ഥകളെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾ പഠിക്കാം. അതിനുശേഷം ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് സോളിഡിനെ ലിക്വിഡ് ആക്കിയാൽ നമ്മൾ ഒരു പേര് വിളിക്കും, ഇനി ലിക്വിഡ് ഗ്യാസ് ആയാലും ഒരു പേര് പറയും. അപ്പോ ഈ പറഞ്ഞിട്ടുള്ള കൺവേർഷൻ ഓഫ് സ്റ്റേറ്റ്, അതായത് ആ അവസ്ഥാന്തരങ്ങളെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട്. സോളിഡ്സിനെ ചൂടാക്കിയാൽ ലിക്വിഡ് ആകും, ലിക്വിഡിനെ ചൂടാക്കിയാൽ ഗ്യാസ് ആകും അല്ലെ. അപ്പൊ അതിന് ഓരോന്നിനും ഓരോ പേര് പറയും, അത് നമ്മൾ പഠിക്കണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ, ഇവിടെ പ്യോർ സബ്സ്റ്റൻസ് ആൻഡ് മിക്സ്ചേഴ്സ് അല്ലെ, ശുദ്ധപദാർത്ഥങ്ങളെയും മിശ്രിതങ്ങളെ പറ്റിയിട്ട് എന്റെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പോ ഇതിൽ നിന്ന് മിശ്രിതങ്ങളിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ അല്ലെ, ഒരു മിക്സർ എടുത്താൽ അതിലെ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ പഠിക്കാനുണ്ട്. അപ്പൊ അതിന് വിവിധ ടെക്നിക്സ് ഉണ്ട്. ഒന്നാമത്തെയാണ് ഡിസ്റ്റിലേഷൻ. പിന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അഥവാ ആംശിക സ്വേദനം പഠിക്കണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് ഈ സെപ്പറേറ്റിംഗ് ഫണൽ എന്ന് പറയുന്നത് കേട്ടോ. ഇത് സ്ഥിരം ചോദിക്കുന്നു ഈ വിത്ത് ഈ ഡയഗ്രാം. ഓക്കെ, അപ്പൊ നോക്കാം, ഈ പറഞ്ഞിട്ടുള്ള മണ്ണെണ്ണയും വെള്ളം വെച്ചിട്ടുള്ള സെപ്പറേറ്റിംഗ് ഫണൽ നിങ്ങൾ പഠിക്കണം. അതേപോലെ തന്നെ സബ്ലിമേഷൻ, ഉത്പാദനം എന്താണെന്ന് പഠിക്കാം. അതിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ അമോണിയം ക്ലോറൈഡിന്റെ സബ്ലിമേഷൻ അഥവാ ഉത്പാദനമാണ്. അപ്പൊ പേടിക്കൊന്നും വേണ്ട, ഇതൊക്കെ മിസ് ഡീറ്റെയിൽ ആയിട്ട് ലൈവിൽ വന്ന് നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ട് എക്സാമിന് വിടുള്ളൂ. അല്ലാതെ നിങ്ങൾ എക്സാമിന് വിടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ നോക്കാം, സെൻട്രിഫ്യൂഗേഷൻ, അതേപോലെ തന്നെ ക്രൊമാറ്റോഗ്രഫി പോലെയുള്ളത് ചോദ്യങ്ങൾ ചോദിക്കുന്നത് വളരെ കുറവാണ്. എന്നാൽ പോലും ഒന്ന് വായിച്ചു വയ്ക്കുക. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ, അതേപോലെ തന്നെ പിന്നെ ഏതൊക്കെയാണ് നമ്മുടെ സെപ്പറേറ്റിംഗ് ഫണൽ, അതേപോലെ സബ്ലിമേഷൻ. ഓക്കെ, സ്വേദനം, ആംശിക സ്വേദനം, സെപ്പറേറ്റിംഗ് ഫണൽ, അതേപോലെ ഉത്പാദനം. ഇത് 4ഉം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കാം. ഇനി രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ തവണ ചോദിക്കുക എന്താണ്, പേരിടുന്നതിനെ പറ്റിയിട്ടാണ് അല്ലെ. അതായത് ഇപ്പം കുറെ ആൾക്കാരെ തന്നിട്ട് ഇതിൽ നിന്ന് ലാറ്റിൻ നെയിമിൽ നിന്ന് പേര് കിട്ടിയത് ഏതൊക്കെ എലമെന്റുകൾക്കാണ്, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പേര്, കൺട്രി നെയിം ആർക്കാണ് കിട്ടിയിട്ടുള്ളത്, അങ്ങനെ നമുക്ക് കുറെ ടേബിൾ പഠിക്കാനുണ്ട്. ഇപ്പൊ ജർമേനിയം എന്ന് പറഞ്ഞ എലമെന്റ് എടുത്താൽ ജർമ്മനി എന്ന് പറഞ്ഞ പേരിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അല്ലെ. ക്യൂറിയം നമ്മുടെ മേരി ക്യൂറിന്റെ പേരിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. സോഡിയം, പൊട്ടാഷ്യം ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ലാറ്റിൻ നെയിമിൽ നിന്നാണ് അവർക്ക് സിമ്പൽ ഒക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇതേപോലെയുള്ള കാര്യങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. പിന്നെ അതേപോലെ എലമെന്റുകളെ റെപ്രസെന്റ് ചെയ്യാൻ, മൂലകങ്ങളെ പ്രതിനിധീകരിക്കാൻ 5 വാട്ടർ മോളിക്യൂൾ എന്ന് തന്നാൽ നിങ്ങൾ എങ്ങനെ എഴുതും? ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ചാപ്റ്ററിൽ, ഈ രീതിയിൽ നിന്നാണ് ഈ ചാപ്റ്ററിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിക്കൽ ചേഞ്ചസ് അഥവാ രാസമാറ്റങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ അവിടെ പഠിക്കാനുള്ളത് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും. ഓക്കെ, രാസമാറ്റവും ഭൗതിക മാറ്റവും അതെന്താണെന്നും അതിന്റെ ഡെഫിനിഷനും അത് തമ്മിലുള്ള വ്യത്യാസങ്ങളും പഠിക്കണം. പിന്നെ 3 ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയിട്ട് പഠിക്കാനുണ്ട്. തെർമോ കെമിക്കൽ റിയാക്ഷൻ, ഫോട്ടോ കെമിക്കൽ, ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻ അല്ലെ. താപരാസപ്രവർത്തനങ്ങൾ, പ്രകാശ രാസപ്രവർത്തനങ്ങൾ, അതേപോലെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. ഇത് 3ഉം എങ്ങനെയാണ് ചോദിക്കാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ തെർമോ കെമിക്കൽ റിയാക്ഷൻ, താപരാസപ്രവർത്തനം എടുത്താൽ അതിന് ഏതൊക്കെ എക്സാമ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഹൈഡ്രോക്ലോറിക് ആസിഡിലേക്ക് മഗ്നീഷ്യത്തെ ഇട്ടു.
അല്ലെ. മഗ്നീഷ്യത്തെ ഇടുമ്പോ നിങ്ങളോട് ചോദിക്കാം, ടെസ്റ്റ് ട്യൂബിന്റെ അടിഭാഗത്ത് സ്പർശിച്ചു നോക്കിയല്ലേ, ടച്ച് ദ ബോട്ടം ഓഫ് ദ ടെസ്റ്റ് ട്യൂബ്, എന്താ കാണാ, നമുക്ക് അവിടെ ചൂട് അനുഭവപ്പെടും അല്ലെ, ഹീറ്റ് വരും. അപ്പൊ നോക്കിക്ക് ഇത് എന്താ, തെർമോ കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലെ, ഒരു താപരാസ പ്രവർത്തനമാണ്. ഹീറ്റിനെ പുറത്തേക്ക് വിട്ടു, താപത്തെ പുറത്തേക്ക് വിട്ടു. അപ്പൊ ഹീറ്റിനെ റിലീസ് ചെയ്താൽ ഇതൊരു എക്സോതെർമിക് റിയാക്ഷൻ, താപമോചക പ്രവർത്തനമാണ്. പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ അതിന്റെ ഇക്വേഷൻ എഴുതാൻ പഠിക്കണം. മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും കിട്ടും. ഈ ഇക്വേഷനും എഴുതാൻ പഠിക്കണം. കഴിഞ്ഞു. ഇനി അതേപോലെ തന്നെ ഇതിൽ വരുന്നതാണ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പൊട്ടാഷ്യം പെർമാംഗനേറ്റിന്റെ ഡീകമ്പോസിഷൻ അഥവാ വിഘടനം പഠിക്കണം. അപ്പൊ പൊട്ടാഷ്യം പെർമാംഗനേറ്റ് എന്താ ചെയ്യുക, ഹീറ്റിനെ അബ്സോർബ് ചെയ്യും അല്ലെ, താപത്തെ ആഗിരണം ചെയ്തിട്ടാണ് വിഘടിക്കുക. അപ്പൊ അതൊരു എൻഡോതെർമിക് റിയാക്ഷൻ ആണ്, താപാകിരണ പ്രവർത്തനമാണ്. അത് പഠിക്കാം. അത് കഴിഞ്ഞാൽ വരുന്നതാണ് നമ്മുടെ ഇതാ ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് അഥവാ പ്രകാശ രാസ പ്രവർത്തനങ്ങൾക്ക് എക്സാമ്പിൾ ആണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം. ഇതിന്റെ ഒരു ഇക്വേഷൻ നമുക്ക് പഠിക്കാനുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഒക്കെ ചേർന്നിട്ട് നമുക്ക് ഓക്സിജനെയും അതേപോലെ ഗ്ലൂക്കോസിനെയൊക്കെ കിട്ടും. ആ ഒരു ഇക്വേഷൻ പഠിക്കുക. പിന്നെ എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉറപ്പായിട്ട് കാണുന്ന ഒരാളാണ് ഈ സിൽവർ ബ്രോമൈഡിന്റെ ക്വസ്റ്റ്യൻ. സിൽവർ ബ്രോമൈഡിനെ വെയിലത്ത് കൊണ്ടുവച്ചാൽ എന്താണ് സംഭവിക്കുക, ഈ ഒരു ചോദ്യം ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. ഇനി അടുത്തതാണ് മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇലക്ട്രോ പ്ലേറ്റിംഗ് അഥവാ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം, ഒരു മെറ്റലിന്റെ മേലെ വേറൊരു മെറ്റലിനെ കൊണ്ടുവന്ന് തേച്ച് വെക്കുന്നു അല്ലെ, ആ ലേപനം ചെയ്യുന്നു, പ്ലേറ്റ് ചെയ്യുന്നു, അതിനെയാണ് നമ്മൾ ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയാ. അപ്പൊ ഏറ്റവും കൂടുതൽ തവണ ഇലക്ട്രോ പ്ലേറ്റിംഗിന് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള അയൺ റിങ്ങും സിൽവറും അല്ലെങ്കിൽ അയൺ റിങ്ങും കോപ്പറും, ഇരുമ്പും ചെമ്പും അല്ലെങ്കിൽ ഇരുമ്പും വെള്ളിയും വെച്ചിട്ടുള്ള വൈദ്യുത ലേപനമാണ്. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇന്ന് അതായത് ഇന്ന് എത്രാം തീയതി, 9-ാം തീയതി, ഇന്ന് വൈകിട്ട് കൃത്യം 7:30 നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഈ 3 ചാപ്റ്റേഴ്സിന്റെയും ഫുൾ കോൺസെപ്റ്റും ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പഠിപ്പിച്ചു തരുന്നുണ്ടാവും. അപ്പൊ അതിൽ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ മിസ് പഠിപ്പിച്ചു തന്നിട്ട് എന്റെ കുട്ടികളെ വിടുള്ളൂ. അപ്പൊ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും ആ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ ഞാൻ നിങ്ങളുടെ ഒപ്പം ഉണ്ട്. ഓക്കെ, അപ്പൊ ഒന്നും കൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇനി ഇത് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താ, യെസ്, ഇത് കഴിഞ്ഞാൽ നമുക്ക് സെല്ലുകളെ പറ്റിയിട്ട് പഠിക്കണം. ഈ ഒരു ടേബിൾ നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, 4 ടൈപ്പ് സെല്ലും അത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളതും. ഓക്കെ, അപ്പൊ നോക്ക്, ഈ ഒരു ഡയഗ്രം കൂടെ നിങ്ങൾ സെല്ലുകളെ നോക്കി വെക്കേണ്ടതുണ്ട് കേട്ടോ. ഡയഗ്രം തന്നിട്ട് ഇത് ഏത് സെല്ലാണ്, ഇതിന്റെ യൂസ് എന്താണ് എന്നും ചോദിക്കാം. ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാൽ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞു. ഇനിയാണ് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വളരെ ഈസി പീസി ആയിട്ടുള്ള മെറ്റൽസ്. അപ്പൊ ആദ്യം തന്നെ മെറ്റൽസിനെ പറ്റി പറയുമ്പോൾ നമുക്ക് എന്താ പഠിക്കാനുള്ളത്, മെറ്റൽസിന്റെ എല്ലാ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും, ഓക്കെ, അവരുടെ എല്ലാ പൊതുവായ സവിശേഷതകളും പഠിക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇപ്പൊ മെറ്റൽസിനെ നമുക്ക് നന്നായിട്ട് വലിച്ചു നീട്ടാം അല്ലെ, തിൻ ഫൈൻ വയേഴ്സ് ആക്കി വലിച്ചു നീട്ടാം. ആ പ്രോപ്പർട്ടിക്ക് എന്ത് പേരാ പറയാ, എന്താ പറയാ, ഡക്റ്റിലിറ്റി. ഇനി രണ്ടാമത് ചോദിക്കാം, ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ മെറ്റൽ ഏതാണ്, ഏറ്റവും നന്നായി ഡക്റ്റിലിറ്റി കാണിക്കുന്ന ലോഹം ഏതാണ്, പ്ലാറ്റിനം ആണ് അല്ലെ. അപ്പൊ ഇതേപോലെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അപ്പൊ ഉദാഹരണ സഹിതം ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും പഠിക്കണം. അത് കഴിഞ്ഞാൽ വരുന്നത് ഇവരുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് അഥവാ രാസമാറ്റം. ലോഹങ്ങൾ വെള്ളവുമായിട്ട് പ്രവർത്തിച്ചാൽ എന്താ സംഭവിക്കുക, ഇപ്പൊ തന്നെ മിസ് പഠിപ്പിച്ചു തരാം. മെറ്റൽസ് അതായത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക, ആദ്യം തന്നെ എല്ലാ മെറ്റൽസും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യോ, ഇല്ല അല്ലെ. സോഡിയം, പൊട്ടാഷ്യം, കാൽഷ്യം ഇതേപോലെയുള്ള ലോഹങ്ങൾ മാത്രമേ വെള്ളമായിട്ട് പ്രവർത്തിക്കൂ. അപ്പൊ ഇവരൊക്കെ വെള്ളവുമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രജൻ ഗ്യാസിനെ കിട്ടും അല്ലെ, ഹൈഡ്രജൻ വാതകത്തെ പുറത്തേക്ക് കിട്ടും. അപ്പൊ വാട്ടറുമായിട്ടുള്ള റിയാക്ഷൻ. ഇനി രണ്ടാമത്തെയാണ് നമ്മുടെ എയറുമായിട്ടുള്ള റിയാക്ഷൻ. എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക, അവരുടെ മെറ്റാലിക് ക്ലസ്റ്റർ അഥവാ ലോഹരുതി നഷ്ടപ്പെട്ടു പോകും. കഴിഞ്ഞില്ലേ. ഇനി ലാസ്റ്റ് ആണ് ബട്ട് നോട്ട് ലീസ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസിഡുമായിട്ടുള്ള പ്രവർത്തനം. അപ്പൊ മെറ്റൽസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് സംഭവിക്കുക, അവിടെ ഹൈഡ്രജൻ ഗ്യാസ് പുറത്തേക്ക് വരും, നമുക്കറിയാം അല്ലെ. പിന്നെ അതേപോലെ സ്ഥിരമായിട്ട് ചോദിക്കും, കുറെ മെറ്റൽസിന് തരും, മഗ്നീഷ്യം, സിങ്ക്, അയൺ, കോപ്പർ ഇവരൊക്കെ തന്നിട്ട് ഏറ്റവും നന്നായിട്ട് ഏത് മെറ്റലാണ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പൊ ഓർക്കാം, മഗ്നീഷ്യം മെറ്റലാണ് ഏറ്റവും നന്നായിട്ട് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത്. കണ്ടോ. അപ്പൊ ആ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഇതിനായിട്ട് കറക്റ്റ് ആയിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള നോട്ടുകളും എല്ലാ സാധനങ്ങളും മിസ് ലൈവിലൂടെ നിങ്ങൾക്ക് തരുന്നുണ്ടാവും കേട്ടോ. ഇനി അടുത്തത് പിന്നെ നമ്മുടെ ഇരുമ്പിന്റെ കൊറോഷൻ. ഓക്കെ, ഇരുമ്പിന്റെ ആ നാശനം, ലോഹനാശനം പഠിക്കണം. അപ്പൊ ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാം, ഇരുമ്പ് കൊറോഡ് ചെയ്യാൻ അയണിന്റെ കൊറോഷനെ സഹായിക്കുന്ന ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, എങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാം.
ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ ചാപ്റ്റർ ഉണ്ട്. അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് നമ്മുടെ സൊല്യൂഷൻസ്. അപ്പൊ സൊല്യൂഷൻസ് അഥവാ ലായനികൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അപ്പൊ അതിലെ എല്ലാ കാര്യങ്ങളും അപ്പൊ അതിൽ പറഞ്ഞിട്ടുള്ള നമ്മുടെ മിശ്രിതങ്ങൾ പലതരത്തിലുള്ള മിക്സേഴ്സിനെ പറ്റി പഠിക്കാനുണ്ട്. ഓക്കെ, ആ മിക്സേഴ്സിനെ പറ്റിയിട്ടുള്ള അതിന്റെ എക്സാമ്പിൾസ് ഒക്കെ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ കൊളോയിഡ്, ട്രൂ സൊല്യൂഷൻ, സസ്പെൻഷൻ ഇവരുടെ ഒക്കെ വ്യത്യാസവും എക്സാമ്പിളും ഒക്കെ പഠിക്കാനുണ്ട്. പിന്നെ നമ്മുടെ ആറാമത്തെ ചാപ്റ്റർ വാട്ടർ അഥവാ ജലം. അതിൽ തന്നെ ആദ്യം നിങ്ങൾക്ക് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ് അതായത് ഖരം, ദ്രാവകം, വാതകം, വാട്ടർ ഈ 3 സ്റ്റേറ്റിലും എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ ഈ 3 സ്റ്റേറ്റിന്റെയും പ്രത്യേകത എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. അത് കഴിഞ്ഞാല് വാട്ടറിന്റെ ബോയിലിംഗ് പോയിന്റ്, അതിന്റെ ഫ്രീസിംഗ് പോയിന്റ്, പിന്നെ സർഫസ് ടെൻഷൻ, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പൊ ഈ മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ ഓൾറെഡി പഠിക്കുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് എന്തായാലും വളരെ ഈസിയാണ്. അതേപോലെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള വേറൊരു പോർഷൻ ആണ് ഈ ചാപ്റ്ററിലെ മൃദുല ജലവും കഠിന ജലവും കേട്ടോ, സോഫ്റ്റ് വാട്ടർ ആൻഡ് ഹാർഡ് വാട്ടർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കാനുള്ളത്. ലാസ്റ്റ് ചാപ്റ്റർ ആണ് ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്. അപ്പൊ മക്കളെ ആദ്യം തന്നെ നിങ്ങൾ നോക്കണം ഫൈബേഴ്സ് എന്താ, പ്ലാസ്റ്റിക്സ് എന്താ, റബ്ബർ എന്താ. ഓക്കെ, ഇവരുടെ 3 പേരുടെയും സിന്തറ്റിക്കും ഉണ്ട്, നാച്ചുറലും ഉണ്ട്. പ്രകൃതിദത്തമായിട്ട് കാണുന്നതും ഉണ്ട്, കൃത്രിമമായിട്ടുള്ളതും ഉണ്ട്. അതിന് എക്സാമ്പിളുകൾ പഠിക്കാം. പിന്നെ പ്ലാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏതായിരിക്കും ചോദിക്കുക, എല്ലാ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്താലും കാണാൻ പറ്റുന്ന ഒരാളാണ് തെർമോ പ്ലാസ്റ്റിക്സും തെർമോ സെറ്റിംഗ് പ്ലാസ്റ്റിക്സും. ഇത് രണ്ടും പഠിക്കുക മക്കൾ. ഇത്രയും കാര്യങ്ങളാണ് ആകെ നിങ്ങൾക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനായിട്ടുള്ളത് ഇമ്പോർട്ടൻറ്റ്. പിന്നെ അതേപോലെ പ്ലാസ്റ്റിക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ 4R പ്രിൻസിപ്പിൾ ഉണ്ട് ആ 4R പ്രിൻസിപ്പിൾ ചോദിക്കാറുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ ഒരു എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എങ്ങനെ പ്ലാസ്റ്റിക്കിനെ ഉപയോഗിക്കാം, ഈ കാര്യങ്ങളൊക്കെ സ്ഥിരം എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. വളരെ സിമ്പിൾ ആണ് പഠിക്കാനായിട്ട്. അപ്പൊ നമ്മുടെ സിലബസ് എന്താണ്, എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുക എന്ന് ഏകദേശം എന്റെ കുട്ടികൾക്കൊക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ. അപ്പൊ മക്കളെ നമ്മൾ എന്തൊരു കാര്യം ആദ്യം പഠിക്കാൻ എടുത്താലും ആദ്യം വേണ്ടത് ഞാൻ എന്താണ് പഠിക്കാൻ പോകുന്നത്, ഞാൻ എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു ഐഡിയ ആണ്. ആ ഒരു ഐഡിയ ആണ് ഇപ്പൊ മിസ് നിങ്ങളുടെ അടുത്തേക്ക് തന്നിട്ടുള്ളത്. ഇനി എന്റെ കുട്ടികൾ എന്താ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് സൈലത്തിന്റെ ക്ലാസ്സുകൾ കാണുക. ഇന്ന് നമ്മൾ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ഡിസ്കസ് ചെയ്യും. അതിനുശേഷം അടുത്ത ലൈവിൽ ബാക്കിയുള്ള 4 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കും. അതിനുശേഷം നമ്മുടെ ക്വസ്റ്റ്യൻസ് പഠിക്കും. ഓക്കെ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും പഠിക്കും. ഓക്കെ, ഇത്രയും പോരെ നിങ്ങൾക്ക് അപ്പൊ നമ്മളെ ചാപ്റ്റർ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന പോർഷൻസ് ഒക്കെ ഫോക്കസ് ചെയ്ത് എന്റെ കുട്ടികളുടെ അടുത്തേക്ക് ഓരോരോ ലൈവുകളായിട്ട് എത്തിക്കൊണ്ടിരിക്കും. ലൈവുകൾക്കൊപ്പം തന്നെ നിങ്ങൾ പറഞ്ഞ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക, എനിക്ക് ഏറ്റവും പാടുള്ള സബ്ജക്ട് ഏതാണെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ മിസ് അതൊക്കെ നോക്കി ആ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി കണ്ടന്റ് വീഡിയോസ് ആയിട്ട് ഇട്ട് തരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ സൈലത്തിന്റെ ചാനലുകൾ നിങ്ങൾ കൃത്യമായിട്ട് റെഫർ ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ വീഡിയോസും ഷോർട്സും ലൈവുകളും ഒക്കെ ഉണ്ടാവും. അതിലെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കി വെക്കുക കേട്ടോ. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഇടുമ്പോ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരെ നിങ്ങൾക്ക് അതെടുത്ത് കാണാം. അപ്പൊ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് എന്നെ കുട്ടികൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ ഞാൻ 8ാം ക്ലാസ് അല്ലേ, ഞാൻ എന്തിനാ പഠിക്കുന്നത് എന്ന് ഇവിടെ ഇരിക്കുന്ന ഒരാള് പോലും വിചാരിക്കാൻ പാടില്ല. കാര്യം ഇവിടെ എന്ന് പറയും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ അടുത്ത വർഷത്തെ ഒരു ബേസ് ഉണ്ടാക്കി എടുക്കുകയാണ്. ഈ ക്ലാസ്സിലെ മാർക്കാണ് നിങ്ങൾ 9ാം ക്ലാസ്സിൽ ഏത് ഡിവിഷനിൽ ഇരിക്കണം എന്ന് തീരുമാനിക്കാം. ശരിയല്ലേ? യെസ്. അപ്പൊ എന്ത് ചെയ്യാ, സൈലത്തിന്റെ ഒപ്പം മിസ്സിന്റെ ഒപ്പം നിന്ന് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കാൻ മക്കളെ. അപ്പൊ ഇന്ന് വൈകിട്ടത്തെ ലൈവിൽ കാണാം. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, ഏത് ടോപ്പിക്കാണ് വേണ്ടത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. അപ്പം സൈലത്തിന്റെ ഒപ്പം ചേർന്ന് ഇനിയുള്ള ദിവസങ്ങൾ ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത ഫുൾ മാർക്കോട് കൂടി പഠിക്കാൻ റെഡി ആണെങ്കിൽ വേഗം തന്നെ യെസ് മിസ് ഞാൻ റെഡിയാണ് എന്ന് കമന്റ് ചെയ്യാം. താങ്ക് യു.